السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജാമിയ ബുസ്താനുൽ ഉലൂമിൻ്റെ ഡയറക്ടർ, പ്രിയങ്കരനായ സുഹൃത്ത് അനസ് അഹമ്മദ് മൗലവി, ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിന് നേതൃത്വം നൽകുന്ന കാരണവന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാർ, ഒരാഴ്ചയായി നമ്മുടെ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ ഒരു വിജ്ഞാന വിരുന്ന് തന്നെ നടക്കുകയാണ്. വിവിധങ്ങളായ സെഷനുകളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. ഈ മഹാസമ്മേളനം ഇവിടെ സമാപിക്കുമ്പോൾ വലിയ ഒരു ഊർജവും പ്രചോദനവുമാണ് ഈ പ്രദേശത്തുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും ഈ സമ്മേളനം സമ്മാനിച്ചിട്ടുള്ളത്. നമ്മുടെയെല്ലാം കണ്ണ് നിറയുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിനാണ് നാം സാക്ഷികളായത്. ഈ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി സനദ് വാങ്ങി ദൈവത്തോട് നന്മയുടെ സരണിയിൽ സഞ്ചരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരികൾ ഈ വേദിയിൽ നിന്ന് ഇന്ന് പോകുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ അംബാസഡർമാരായിക്കൊണ്ടാണ് അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഏറ്റുചൊല്ലിയ പ്രതിജ്ഞയുടെ ഉള്ളടക്കം വിശുദ്ധ ഖുർആനിനും അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചകന്റെ ചര്യയ്ക്കും അനുസൃതമായി സലഫുസ് സാലിഹീങ്ങളുടെ മൻഹജിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഈ നാടിനും ഉമ്മത്തിനും ഉപകാരപ്രദമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഭാവിയിൽ ഞങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുക എന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ, ഈ സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അഭിമാന നിമിഷമാണിത്. ഏതൊരു സ്ഥാപനവും ചെറിയ രൂപത്തിൽ ആരംഭിച്ച് പടർന്ന് പന്തലിച്ച ചരിത്രമാണ് ലോകത്തുള്ളത്. മദീനയിലെ മദീന യൂണിവേഴ്സിറ്റിയും മക്കയിലെ ഉമ്മുൽ ഖറ യൂണിവേഴ്സിറ്റിയും ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക കലാശാലകളുടെ ചരിത്രം നമ്മൾ പരതുമ്പോൾ ചെറിയ രൂപത്തിൽ തുടങ്ങി വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി ലോകത്ത് വിജ്ഞാനത്തിൻ്റെ പ്രഭ ചൊരിയുന്ന പ്രകാശ ഗോപുരങ്ങളായി മാറിയ മഹാചരിത്രമാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. 5 വർഷം കഴിയുമ്പോൾ ബുസ്താനുൽ ഉലൂം ക്യാമ്പസ് എന്തായിരിക്കുമെന്ന വിഷനാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. അവരുടെ സ്വപ്നങ്ങളുടെ സദ്ഫലങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മഹാവിദ്യാഭ്യാസ കേന്ദ്രം ഇത്രമേൽ ഉയർന്നുകൊണ്ട് സമൂഹത്തിൽ സ്വാധീനം നേടുമെന്നൊന്നും ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച കാരണവന്മാർ ഒരുപക്ഷെ സ്വപ്നം കണ്ടിരിക്കില്ല. എന്നാലും അവർ കണ്ട സ്വപ്നങ്ങളുടെ സൽഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അടുത്ത തലമുറകൾക്ക് വേണ്ടി സ്വപ്നം കാണാനും അടുത്ത തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും
ഏതൊരു സമൂഹം തയ്യാറാകുന്നുവോ അവർക്ക് മാത്രമാണ് കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാതെ ഒരു നാട്ടിലും ഒരു വിപ്ലവവും ഉണ്ടായിട്ടില്ല. ഈ നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാവണമെങ്കിൽ നാം കൈമൈ മറന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇസ്ലാമിക സംസ്കാരമാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അടിത്തറ. കുറ്റമറ്റ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ബുസ്താനുൽ ഉലൂം ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളോട് ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് ഉപജീവനം കഴിക്കുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിന് മനോഹാരിത നൽകിയത്, അവരുടെ ജീവിതത്തിന് സൗന്ദര്യവും സൗരഭ്യവും നൽകിയത് ഈ മഹാസ്ഥാപനമാണ് എന്ന് അവരെന്നെന്നും ഓർക്കുന്നുണ്ടാകും. കടലിനിക്കരയും കടലിനക്കരയും നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മക്കൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ എന്നത്തെയും നിധി എന്ന് വളരെ സന്തോഷപൂർവം നമുക്കൊക്കെ ഓർക്കാൻ കഴിയും. ഈ സ്ഥാപനം ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്. മുന്നോട്ട് കുതിക്കുക എന്ന് പറയുമ്പോൾ അതിന് അങ്ങേയറ്റത്തെ പ്രോത്സാഹനവും പ്രചോദനവും ആവശ്യമാണ്. ഇച്ഛാശക്തി തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമെന്ന് പറയുന്നത്. ഞങ്ങൾക്കതിന് കഴിയില്ല, ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്ന വർത്തമാനങ്ങൾക്ക് സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളത് നേടിയെടുക്കുമെന്ന പ്രത്യാശയുടെ പോസിറ്റീവ് വശത്തിന് മാത്രമാണ് ലോകത്തിന് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് എനിക്കും നിങ്ങൾക്കും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു പോസിറ്റീവ് എനർജിയാണ് യഥാർത്ഥത്തിൽ കയ്പമംഗലം ദേശത്തുള്ള ഓരോരുത്തർക്കും ഈ സമ്മേളനം സമ്മാനിച്ചിട്ടുള്ളത്. ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് പടർത്തിക്കൊണ്ട് നശിപ്പിക്കുവാൻ നമ്മുടെ ചുറ്റുഭാഗത്തും ധാരാളം ആളുകൾ ഉണ്ടാകും, ദോഷൈക ദൃക്കുകൾ ഉണ്ടാകും. ഇതിൻ്റെ ചെറിയ ന്യൂനതകൾ പർവ്വതീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുവാനും ഇകഴ്ത്താനും ശ്രമിക്കുന്നവരുണ്ടാകും. അവരെ അവരുടെ വഴിക്ക് വിട്ട്, അവരെ അവരുടെ പാട്ടിന് വിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ മാത്രമാണ് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ കടൽ നമുക്ക് നീന്തിക്കടന്നേ പറ്റൂ. അവിടെ വലിയ തിരമാലകൾ ഉണ്ടാകും, നമ്മെ വിഴുങ്ങാൻ നിൽക്കുന്ന സ്രാവുകൾ ഉണ്ടാകും, ചുഴികൾ ഉണ്ടാകും, വലിയ ആഴങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ കടൽ നീന്തിക്കടന്നേ പറ്റൂ എന്ന ബോധ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ക്ഷീണം ഒരു പ്രശ്നമല്ല. അവനത് നീന്തിക്കടക്കുവാനുള്ള പ്രയത്നത്തിലായിരിക്കും, പരിശ്രമത്തിലായിരിക്കും. അങ്ങനെ നീന്തിക്കടന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൊടുങ്ങല്ലൂരിൽ ഉദയം കൊണ്ട ഈ മഹാപ്രസ്ഥാനം നോക്കൂ നിങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പടർന്ന് വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പ്രചോദനമായി മാറിയെങ്കിൽ അതിൻ്റെ ഉത്ഭവ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് മഹാവിദ്യാഭ്യാസ വിപ്ലവം ഇനിയും ഉണ്ടായിക്കൂടാ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമുക്ക് കാലം തെറ്റിയിട്ടില്ല. നമ്മുടെ കഴിഞ്ഞകാല ആളുകൾ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്. ആ പ്രയത്നങ്ങളെ ഒരിക്കലും തന്നെ വില കുറച്ച് കാണാൻ പാടില്ല. ആ പ്രയത്നങ്ങളുടെ അസ്ഥിവാരത്തിൽ നിന്നുകൊണ്ട്, അടിപ്പടവിൽ നിന്നുകൊണ്ടാണ് ഏതൊരു നല്ല പ്രവർത്തനങ്ങളും നാം തുടങ്ങുന്നത്. ആ മഹാന്മാരെ സ്മരിച്ചുകൊണ്ടല്ലാതെ, അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെ ഓർത്തുകൊണ്ടല്ലാതെ നമുക്കൊരു വിദ്യാഭ്യാസ വിപ്ലവവും ഈ നാട്ടിൽ നടത്തുവാൻ കഴിയുകയില്ല. നമുക്കവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. അവരിവരെ വിത്തിട്ട ആ വിത്താണ് മുളച്ച് പന്തലിച്ച് ഇവിടെ സൗരഭ്യം പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കുതിക്കാൻ, ഇത് മുന്നോട്ട് പായാനുള്ള ഇന്ധനമായിരിക്കണം നമ്മൾ ഓരോരുത്തരും നൽകേണ്ടത്. അത് എങ്ങനെയെന്ന് ചിന്തിപ്പിക്കുന്ന വർത്തമാനങ്ങളും ക്ലാസ്സുകളും അതുപോലെ തന്നെ മോട്ടിവേഷനും ഒക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് മിതത്വത്തിൻ്റെ ദീനാണ്. ഇത് വളരെ സിമ്പിളായ ഒരു മതമാണ്, വളരെ ലാളിത്യത്തിൻ്റെ മതമാണ്. ഇത് മിതത്വത്തിൻ്റെയും അതുപോലെ തന്നെ മധ്യമ നിലപാടിൻ്റെയും മതമാണ്. വിശുദ്ധ ഖുർആൻ ഈ ദീനിനെ സംബന്ധിച്ച്,
ഈ മതത്തെക്കുറിച്ച് ഇതിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമുദായമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഒരു മധ്യമ സമുദായത്തിൻ്റെ സവിശേഷത? അവരെവിടെയും യുക്തിപൂർവകമായ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക, മിതത്വത്തിൻ്റെ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. തീവ്ര ശൈലിയോ അവഗണനയുടെ ശൈലിയോ അവർ ഒരിക്കലും സ്വീകരിക്കുകയില്ല. മിതത്വം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാക്യങ്ങളും ആ വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തന്ന സരണിയുമാണ് മധ്യമ നിലപാട് എന്ന് പറയുന്നത്. ആ മധ്യമ നിലപാട് എൻ്റെയോ നിങ്ങളുടെയോ ബുദ്ധിക്ക് തോന്നിയതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. മധ്യമ നിലപാട് എന്ന് പറയുന്നത് ഇസ്ലാം മാനവതയുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന സിറാത്തുൽ മുസ്തഖീമാണ്, വക്രതയില്ലാത്ത വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഏതൊരു നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനത്തിൻ്റെയും പ്രചോദനം എന്ന് പറയുന്നത് ഈ ദീൻ തന്നെയാണ്. ഈ ദീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യമ നിലപാട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീന യുസ്റുൻ, ഈ മതം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമുള്ളതാണ്. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഈ മതത്തെ ആര് സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നുവോ അവൻ ഈ മതത്തെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാത്ത വിധം അവന് ഈ മതം സങ്കീർണത അവൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മതത്തെ ആര് സങ്കീർണമാക്കുവാൻ ശ്രമിച്ചുവോ അവൻ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ തന്നെ അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോരോ കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും അത്യാചാരങ്ങളും നാം ചിന്തിച്ചു നോക്കുക. അതൊന്നും പിന്നീട് സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര നമ്മുടെ മുതുകിനെ ഒടിച്ചു കളയുന്ന രൂപത്തിൽ സങ്കീർണതകൾ ജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ മതത്തിൻ്റെ ലാളിത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മധ്യമ നിലപാട് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമ, ഉമ്മത്തി ഹാദി ഉമ്മത്തുൻ മർഹൂമ. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ കരുണ ചൊരിയപ്പെട്ട, കാരുണ്യം ലഭിച്ച ഒരു ഉമ്മത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആ കരുണ എന്ന് തുടർന്നിങ്ങ് വിശദീകരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആ പരീക്ഷണങ്ങളിലൂടെ അവർ നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ വിജയത്തിലേക്ക് അവർ ഓരോ ചുവടുകൾ വെക്കുകയായിരിക്കുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒരു വ്യക്തിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, കുടുംബത്തിന് പരീക്ഷണമുണ്ടാകും, സമൂഹത്തിന് പരീക്ഷണമുണ്ടാകും, രാജ്യത്തിന് പരീക്ഷണമുണ്ടാകും, മുസ്ലിം ഉമ്മത്തിന് പരീക്ഷണമുണ്ടാകും. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം നമ്മൾ പരതുമ്പോൾ പരീക്ഷണങ്ങളില്ലാത്ത ഒരു കാലഘട്ടവും അവർക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അന്നൊക്കെ അവർ കരുതിയത് ഇതിനേക്കാൾ വലിയ ഒരു പരീക്ഷണം ഇനി വരാനില്ല എന്നാണ്. വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച സമൂഹങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷേ ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടിയ പരീക്ഷണ പർവ്വങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. മുസ്ലിം ഉമ്മത്ത് ഇന്ന് വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ കരുതുന്നത് ഞങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്കൊന്നും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ കരുതുന്നത്. ലോകത്തിൻ്റെ പ്രവാചകൻ കഅബാലയത്തിൻ്റെ തണൽ വിശ്രമിക്കുമ്പോൾ പ്രവാചകനോട് പരിതപിച്ച പ്രവാചകന്റെ അനുയായികളുടെ ചിത്രവും ചരിത്രവും എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട്. പ്രവാചകരെ, എന്നാണ് ഈ പരീക്ഷണങ്ങൾക്കൊരു അറുതി ഉണ്ടാവുക എന്ന് ലോകത്തിന്റെ പ്രവാചകനോട് അവർ പരാതി പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞത് നല്ല നാളുകൾ വരാനിരിക്കുകയാണ്, നിർഭയത്വത്തിന്റെ നാളുകൾ വരാനിരിക്കുകയാണ്. അതാണ് പ്രവാചകന്റെ പോസിറ്റീവ് എനർജി നൽകൽ. അതാണ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാക്കുകൾ കൊണ്ട് തൻ്റെ അനുയായികൾക്ക് പ്രചോദനം നൽകുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിസന്ധികളിൽ പെട്ട് ഉഴറുമ്പോൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആളുകളെ തളർത്തുകയല്ല ചെയ്യേണ്ടത്. പ്രതിസന്ധികളിൽ പെട്ട് ഉഴറുമ്പോൾ നിങ്ങൾക്കൊരു എക്സിറ്റ് ഉണ്ട്. ഈ ദുരന്തത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനുള്ള ഒരു വഴിയുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ്
പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങളാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർ. പിന്നീട് ഞങ്ങളോട് അടുത്ത ആളുകൾ. നമ്മുടെ വിശ്വാസത്തിന്റെ കടുപ്പമനുസരിച്ച് പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ആളുകൾ കരുതും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമേൽ പരീക്ഷണങ്ങൾ? ഞാൻ സാമ്പത്തികമായി തളർന്നുകൊണ്ടേയിരിക്കുന്നു, രോഗക്കിടക്കയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുന്നില്ല, എൻ്റെ കുടുംബത്തിൽ മാത്രമാണ് ഈ വലിയ പരീക്ഷണങ്ങൾ. ഇങ്ങനെ പരിതപിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ കാണാൻ കഴിയുന്നു. ആ പരീക്ഷണങ്ങൾ നമ്മെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്, വലിയൊരു വിജയത്തിലേക്ക് നമ്മെ തയ്യാറാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ടെത്തിയിട്ടുള്ള വലിയ ഒരു വിജയത്തിലേക്കുള്ള പടിപടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുകയാണ് ഈ പരീക്ഷണങ്ങളിലൂടെ എന്ന് മനസ്സിലാക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ സുഭിക്ഷതയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ സൗകര്യങ്ങളുണ്ട്, നമുക്ക് നല്ല സ്ഥാപനങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, കുടുംബത്തിൽ നിർഭയത്വമുണ്ട്, നാട്ടിൽ പ്രയാസങ്ങളില്ല. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് നാം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ദാരിദ്ര്യമല്ല ഭയപ്പെടുന്നത്, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് സാമ്പത്തികമായ ധന്യതയാണ്, അല്ലെങ്കിൽ സുഭിക്ഷതയാണ്. അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാമ്പത്തികമായ സുഭിക്ഷതയുണ്ടാകുമ്പോൾ, ധന്യതയുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനെ മറക്കുകയും പരസ്പരം മത്സരിക്കുകയും പരസ്പരം നശിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ താക്കീത് നൽകി. കാരണം മുൻകാല സമൂഹങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, അവർക്ക് സാമ്പത്തികമായ സുരക്ഷയുണ്ടായപ്പോ, സാമ്പത്തികമായ ഭദ്രതയുണ്ടായപ്പോ അവർ ദൈവത്തെ മറന്നു, അള്ളാഹുവിനെ മറന്നു, അവർ ധിക്കാരികളായി മാറി. ആ ധിക്കാരി സമൂഹത്തിന് ദൈവം നൽകിയ കടുത്ത ശിക്ഷകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പാഠമാണ്. ലോകത്തിന്റെ പ്രവാചകൻ പരുപരുത്ത പായയിൽ കടന്നുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ പുറത്തെ പാടുകൾ കണ്ടുകൊണ്ട്. എന്താണ് ഉമറെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇവിടെ കിസ്റയും കൈസറും ഒക്കെ വലിയ രാജാതിരാജന്മാർ, ഏറ്റവും വലിയ സുഭിക്ഷതയിലും ധന്യതയിലും ഏറ്റവും വലിയ സുഖാഡംബരങ്ങളിലുമാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ സമൂഹത്തില് വലിയ സ്വാധീനവും കഴിവും സൗകര്യങ്ങളുമുണ്ട്. നമ്മുടെ ഉമ്മത്തിനും സൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന സാരോപദേശം, നീ ധൃതിപ്പെടേണ്ടതില്ല, നീ ധൃതിപ്പെടുകയാണോ? അവർക്ക് ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും സുഭിക്ഷയും മാത്രമാണ്, സുഭിക്ഷതയും മാത്രമാണ്. നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ വിഭവങ്ങളും സുഭിക്ഷതയുമാണ് നാം ലക്ഷ്യം വെക്കുന്നത് ഉമറേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാമ്പത്തികമായ ഭദ്രതയുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ നാം വിനയാന്വിതരാവുകയാണ് വേണ്ടത്. നാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കിബർ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഹങ്കാരം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇത്തരം രംഗങ്ങളിൽ കടന്നു വന്നാൽ അത് നാശത്തിന്റെ ഒന്നാമത്തെ തുടക്കമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിനയാന്വിതരാവുക, കൂടുതൽ മനുഷ്യരിലേക്ക് മെസ്സേജ് എത്തിക്കുവാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും നമുക്ക് വലിയ വിജയമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിരാശപ്പെടരുത്, ഒരിക്കലും തന്നെ നിരാശപ്പെടരുത്. കാരണം വിജയം എന്ന് പറയുന്നത് നാം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അടുത്ത നിമിഷമോ സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല. പക്ഷേ കാത്തിരിക്കുന്നവർക്ക് മഹാവിജയമുണ്ടാകുമെന്നുള്ള മഹാചരിത്രമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത്. അഹങ്കാരികൾക്കൊരിക്കലും തന്നെ കൂടുതൽ കാലം ഇവിടെ വാഴാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല. ഫിറഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഒക്കെ ചരിത്രം നിരന്തരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ കേൾപ്പിക്കുന്നത് എന്തിനാണ്? അഹങ്കാരം ഒരു സമൂഹത്തെ പിടികൂടിക്കഴിഞ്ഞാൽ ആ സമൂഹം നശിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ്
ഫിറഔനിനെയും കൂട്ടരെയും നശിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ മനോഹരമായ ശൈലിയിൽ ഏതൊരു ഹൃദയത്തിലേക്കും തുളച്ചു കയറുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഫിറഔനും കൂട്ടരുമൊക്കെ ഇട്ടേച്ചു പോയ തോട്ടങ്ങളും അരുവികളും എത്രയാണ്, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. അവർ അത്യാഡംബരപൂർണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മാന്യമായ പാർപ്പിടങ്ങളും കൃഷിയിടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു അവർക്ക്. ഏറ്റവും വലിയ സുഖാഡംബരങ്ങളിലും അനുഗ്രഹങ്ങളിലുമായിരുന്നു അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. അവതൊക്കെ മറ്റൊരു ജനതക്ക് നാം അനന്തരം നൽകി. അവർ ഈ ഭൂമുഖത്തിന് ജീവിക്കേണ്ടതില്ല. അവരെ നാം മുക്കിക്കൊന്നുകൊണ്ട് അവരുടെ സുഖാഡംബരങ്ങളും സുഖ സൗകര്യങ്ങളും അവരുടെ സ്വത്തും അവരുടെ സമ്പത്തുമെല്ലാം തന്നെ മറ്റൊരു സമൂഹത്തിന് നാം അനന്തരം നൽകി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അവരിങ്ങനെ നശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ആകാശമോ ഭൂമിയോ ഒരിറ്റ് കണ്ണീർ പോലും പൊഴിച്ചില്ല. കാരണം ആരും കൃപ കാണിച്ചില്ല. അത്രത്തോളം വലിയ അഹങ്കാരികളായിരുന്നു അവര്. കാരണം അള്ളാഹുവിനെ വെല്ലുവിളിച്ച, ദൈവത്തെ വെല്ലുവിളിച്ച് ഇവിടുത്തെ മനുഷ്യരെ കൂട്ടക്കശാപ്പ് നടത്തി ആളുകൾ അറുകൊല നടത്തിയിരുന്ന ഒരു മഹാഹങ്കാരിയാണ് ഭൂമിയിൽ അവരെ ആഴ്ത്തിയത്, അല്ലെങ്കിൽ ഭൂമിയിൽ നദിയിൽ കടലിൽ അവനെ എറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചത്. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പാഠമാണ്. നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ, സിറിയ എന്ന് പറയുന്ന രാജ്യം 10-15 വർഷമായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിക്കൊണ്ട് വലിയ അഹങ്കാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യരെ അറുകൊല നടത്തുകയായിരുന്നു അവിടുത്തെ ഭരണാധികാരി. രാസായുധം ഒരു നാട്ടിലെ ഭരണാധികാരി തന്നെ ആ നാട്ടിലെ മനുഷ്യർക്കെതിരെ രാസായുധം പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 2015 സെപ്റ്റംബറിൽ അലൻ കുർദി എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യന്റെ മയ്യത്ത് വെൺമണൽ തീരത്ത്, മെഡിറ്ററേനിയൻ കടലിന്റെ വെൺമണൽ തീരത്ത് മുഖം കുത്തിയ നിലയിൽ ലോകം കാണുകയുണ്ടായി. ലോകം അത് കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എങ്ങനെയാണ് അലൻ കുർദി എന്ന് പറയുന്ന കുഞ്ഞുമോൻ തുർക്കിയുടെ ആ തീരത്ത്, വെൺമണൽ തീരത്ത് മുഖം കുത്തിയ നിലയിൽ വീണത്? സിറിയയിൽ നിന്ന് പലായനം ചെയ്ത കുഞ്ഞായിരുന്നു. ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ട്, ആഭ്യന്തര യുദ്ധം കൊണ്ട് ലോകം വലിയ സങ്കടത്തോടുകൂടി കണ്ട ആ സന്ദർഭത്തില് കടൽ കടന്നുകൊണ്ട് അമ്മയോടൊപ്പം, അച്ഛനോടൊപ്പം, സഹോദരിയോടൊപ്പം വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കിട്ടിയ പൊട്ടിയ ബോട്ടിൽ കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ 3 വയസ്സുകാരനായ കുഞ്ഞ് അലൻ കുർദി വെള്ളത്തിൽ മുങ്ങുന്നത്. തൻ്റെ സഹോദരിയോടൊപ്പം, മാതാവിനോടൊപ്പം. അവന്റെ ശവമാണ് 2015 സെപ്റ്റംബറിൽ തുർക്കി തീരത്ത് അണയുന്നത്. അത് ലോകം കണ്ട് ഞെട്ടിയതാണ്. ഇങ്ങനെ 10,000-കണക്കിന് അലൻ കുർദിമാരെ ലോകത്തിന് സമ്മാനിച്ച ക്രൂരനായ ഭരണാധികാരി കഴിഞ്ഞ മാസം റഷ്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ഞാൻ പറയുന്നത് അതിന്റെ പൊളിറ്റിക്സിലേക്കോ അതിന്റെ രാഷ്ട്രീയത്തിലേക്കോ ഒന്നുമല്ല ഞാൻ കടക്കുന്നത്. ലോകത്ത് വാഴുന്ന ഇത്തരം അഹങ്കാരികൾക്ക് അറുതിയുണ്ടാകും. അവർക്കൊരിക്കലും തന്നെ ലോകത്ത് വലിയ അഹങ്കാരവും നെകളിപ്പും കാണിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഫലസ്തീൻ മക്കൾ ക്രൂരമായ ബോംബിങ്ങിനിരയായിക്കൊണ്ടിരിക്കുന്ന ചിത്രവും അതുപോലെ തന്നെ ഭീകരമായ ദൃശ്യങ്ങളും ദിനേനയൊന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കിടക്കകളില്, പൊതുനിരത്തുകളില്, അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോ, കടലോരത്ത് വെള്ളം പിടിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോ ബോംബിങ്ങിനിരയായിക്കൊണ്ട് ചിന്നിച്ചിതറിപ്പോകുന്ന കുഞ്ഞുമക്കളുടെയും ഭാര്യമാരുടെയും മക്കളുടെയും ഇണകളുടെയും ഭർത്താക്കന്മാരുടെയും വലിയ മനുഷ്യരുടെയും ഒക്കെ ആ ചിന്നിച്ചിതറിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. ഇസ്രായേൽ ഒരു നാൾ തകരുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. സയണിസം ലോകത്ത് തകർന്നടിയുക തന്നെ ചെയ്യും. കാരണം ഫിറഔനിനെയും ഹാമാനെയും ഖാറൂനിനെയും ലോകത്ത് നശിപ്പിച്ച, ആദിനെയും സമൂഹത്തെയും എല്ലാം തന്നെ നശിപ്പിച്ച, അഹങ്കാരി വർഗത്തെ നശിപ്പിച്ച റബ്ബ് നിരന്തരം ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ പറയുന്നത് വിനയാന്വിതരാവുക. നമുക്ക് വിജയമുണ്ടാകുമ്പോൾ, നമ്മുടെ സ്ഥാപനത്തിന് വിജയമുണ്ടാകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുക. നാളെയാവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ എന്നാലോചിച്ചു നിൽക്കുകയല്ല. കാലത്തിനനുസരിച്ചുകൊണ്ട് സഞ്ചരിച്ച് അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യമെത്തിപ്പിടിക്കുവാൻ
ഈ മഹാസമ്മേളനം നമുക്ക് പ്രചോദനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഹൃദയവികാരമാണ് ബുസ്താൻ എന്ന് പറയുന്നത്. കാരണം അവരുടെ മക്കള്, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ ഇണകള്, അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ടവര് എല്ലാം വിദ്യ നുകർന്ന ഒരു മഹാകേന്ദ്രം ഇവിടെ പരിലസിച്ചു നിൽക്കേണ്ടത്, വെളിച്ചം വിതറി നിൽക്കേണ്ടത്, അത് തലമുറകൾക്ക് പ്രകാശമായിട്ട് ഇവിടെ ജ്വലിച്ചു നിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ തെറ്റായ സംസ്കാരങ്ങൾ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്നു, വിശ്വാസ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തൗഹീദിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ വേണ്ടി ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫി ആശയങ്ങൾ, ത്വരീഖത്ത് ആശയങ്ങൾ നമുക്കിടയിൽ പടർത്തുന്നതിന് വേണ്ടി അധുനാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് തൗഹീദിന്റെ കവചത്തിനുള്ളിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ കൾച്ചറും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാണുന്ന കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാടിലേക്ക് തുഴഞ്ഞുകൊണ്ട് എത്തിക്കുവാൻ അങ്ങേറ്റ ഐക്യവും സ്നേഹവും സൗഹൃദവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ലാഭമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടും മീറ്റിങ്ങിന് സമയം ചെലവഴിച്ചുകൊണ്ടുമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വളർന്നു വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഒരു നേട്ടം ആർക്കെങ്കിലും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇതെല്ലാം നാം ലക്ഷ്യം വെക്കുന്നത് നാളെ പരലോകത്ത് രക്ഷ ലഭിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ സ്വാധീനത്തിൽ നിന്ന് ഒരു വിഹിതം ഈ സ്ഥാപനത്തിന് നൽകുവാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാവണം എന്നുള്ള ഒരു എളിയ അപേക്ഷയാണ് ഇത്തരം സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. കാരണം ആളുകൾ പിടിയരി നൽകിക്കൊണ്ട്, ചെറിയ നാണയത്തുട്ടുകൾ നൽകിക്കൊണ്ട്, ചെറിയ സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ നാട്ടിൽ നിരങ്ങി പിരിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഈ സ്ഥാപനം നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ബാലാരിഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനം പിച്ചവച്ചുയരാൻ വേണ്ടി, പറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ കൈത്താങ്ങുകൾ അനിവാര്യമാണ്. ഈ കൈത്താങ്ങുകളാണ് ഒരു മഹാവിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ആകാശവിശാലതയിലേക്ക് വളർത്തുവാൻ ഈ മഹാസമ്മേളനം കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.